അപ്പൊ ഈ യൂണിവേഴ്സൽ ബ്രെയിനായിട്ടും ഇത്തരത്തിൽ നിൽക്കുന്ന ചില ശക്തികളിൽ നിന്നും സന്ദേശം സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളിലേക്ക് എത്തുന്ന പല രീതിയിലാണ്. അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ രജിത്ജിയെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അതായത് നമ്മളിലേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2-3 ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ നമ്മളിലേക്ക് പല രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഉണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിപ്പോ എനിക്കൊരു കഴിവുള്ളതുകൊണ്ടോ അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ടോ എന്നുള്ള അങ്ങനെയല്ല സംഭവം. നമ്മൾ അതിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ള, നമ്മളിൽ കൂടി ആ ശക്തി പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ, റെസിസ്റ്റ് ചെയ്താൽ നടക്കില്ല, അനുവദിക്കുമ്പോൾ അത് നമ്മളിൽ സംഭവിക്കാൻ തുടങ്ങും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്രജുഡിസ്ഡ് മൈൻഡ് മാറ്റി വയ്ക്കുക, മുൻകൂട്ടി വിധി കൽപ്പിക്കുകയാണ്. തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞു ഇതാ തെറ്റാണ്, ഇങ്ങനെ സ്വപ്നത്തിൽ കൂടെ ഒക്കെ എന്ത് വരണമൊന്നുമില്ല, അങ്ങനെ അത് കഴിഞ്ഞു. അപ്പൊ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇപ്പൊ ശാസ്ത്രീയമായിട്ട് സ്വപ്നങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ള ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്തിനാണ് നിങ്ങൾക്ക് ഒരു സ്വപ്നം വരുന്നത്, അതിന്റെ ശാരീരികമായ തലങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പർട്ടിക്കുലർ പ്രതീകത്തിനെ സ്വപ്നം കാണുമ്പോൾ അതിന്റെ കാരണം ഇതാണ്, നിങ്ങളുടെ മനസ്സിലുള്ള ഇന്ന ആഗ്രഹമാണ് ആ സ്വപ്നമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മോഡേൺ സൈക്കോളജിയുടെ പിതാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് വളരെ ഗഹനമായ ഒരു സബ്ജക്റ്റ് ആയിട്ടൊരു വിഷയമാണ്. അതിനപ്പുറത്ത് ആത്മീയ തലത്തിലേക്ക് ഇത് കടന്നിട്ടില്ല. അപ്പൊ ആത്മീയമായ തലത്തിലേക്ക് ഇത് കടക്കുന്ന സമയത്ത് എന്നുവെച്ചാൽ വെസ്റ്റേൺ സിവിലൈസേഷനിൽ അവർ ഫോളോ ചെയ്യുന്ന സെമറ്റിക് റിലീജിയനിൽ പുനർജന്മം എന്ന് പറയുന്ന സങ്കല്പമില്ല. ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് പുനർജന്മത്തെ പറ്റിയിട്ട് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഡോക്ടർ ബ്രിയാൻ വിസിന്റെ പുസ്തകത്തിൽ കൂടിയാണ് ആദ്യമായിട്ട് അവിടെ അറിയുന്നത്. അതും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഡീപ്പ് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഒരു രോഗിനെ ചികിത്സിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ കഥകളെ പറ്റിയിട്ട് പറഞ്ഞു എന്ന് പറയും. അവിടുന്ന് തുടങ്ങുന്ന അന്വേഷണത്തിൽ കൂടി ഇദ്ദേഹം പലരുടെയും പൂർവ്വജന്മ കഥകളെ എടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷനെ, അതാണ് ആ ട്രീറ്റ്മെന്റ് പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ലളിതമാക്കിയിട്ട് പറയണേ, അതല്ല സത്യാവസ്ഥ എന്നുണ്ടെങ്കിൽ പോലും, മുമ്പ് തീയിൽ വീണ് മരിച്ചിട്ടുള്ള ഒരാള്, തീപ്പൊള്ളലേറ്റ് മരിച്ചിട്ടുള്ള അയാൾക്ക് അകാരണമായി ഈ ജന്മത്തിൽ തീയോട് ഭയാണ്. ചിലർക്ക് വെള്ളത്തെ കാണുമ്പോൾ ഒരു ഫോബിയോ ഉണ്ട്, അയ്യോ വെള്ളം കാണുമ്പോൾ. അപ്പൊ മുമ്പൊരിക്കൽ അയാൾ ഏതെങ്കിലും ജന്മത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് ഉള്ളിൽ കിടക്കുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ കൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ആ പുസ്തകം എഴുതുന്നത്. അങ്ങനെ അതിനെ ചികിത്സിക്കുകയാണ്. അവിടെ പോയി അതൊരു തവണ അനുഭവപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയം പോകുന്നതായിട്ട് ആൾ തിരിച്ചറിയണം. പിന്നീട് അതിന്റെ അടുത്ത് വന്ന വേർഷനുകളിൽ കഴിഞ്ഞ ജന്മത്തിൽ, അപ്പൊ ആള് പറയുന്നത് വെച്ചാൽ 150ഓളം സോളുകൾ ഒരുമിച്ചാണ് ഈ യാത്ര സഞ്ചരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ജന്മം എന്റെ അച്ഛനായിരുന്ന ആള് ചിലപ്പോൾ ഈ ജന്മത്തിൽ എന്റെ മകനായിട്ടായിരിക്കും കൂടി ഉണ്ടാവും. പക്ഷെ ഈസ് അറൗണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും അയാൾ ആരായിരുന്നു. ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന മകൻ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ കൂടെ ആരായിരുന്നു, എന്റെ സുഹൃത്തായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നവർ. അപ്പൊ അങ്ങനെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ജന്മത്തിൽ അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന പങ്കാളികളെ യോജിപ്പിക്കുന്നവരെയാണ് അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകത്തിൽ, 2ാം വട്ടത്തിൽ പുസ്തകത്തിൽ വന്നപ്പോൾ ആ ലെവലിലേക്ക് വന്നു. പക്ഷെ അതിലൊരു പ്രശ്നം ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളോട് എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ പുനർജന്മത്തിൽ വിശ്വസിക്കാം എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും ആള് ഈ സെമറ്റിക് റിലീജിയന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് അബ്രാഹമിക് റിലീജിയന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ. അവിടെ ആത്മാവ് എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു ജീവികൾക്ക് ആത്മാവില്ല. അപ്പൊ ആ ആത്മാവില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കഥകളിൽ ഒരു കഥാപാത്രവും പൂച്ചയായോ പട്ടിയായോ ആമയായോ അല്ലെങ്കിൽ മുയലായോ ഒന്നും ജനിച്ചിട്ടില്ല. എല്ലാവരും മനുഷ്യനായിട്ടാണ് ജനിച്ചിട്ടുള്ളത്. അതേസമയം ബുദ്ധന്റെ ജാതക കഥകൾ എന്ന് പറയുന്നതിൽ ബുദ്ധൻ പലവിധ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്, പലവിധ മൃഗങ്ങളായിട്ട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ജന്മകഥകൾ പോലും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. ആ കഥകൾ കൂടി അദ്ദേഹം ജാതകഥകളിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മളോട് അവർ ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ നിങ്ങൾ പുനർജന്മത്തിലാണ് വിശ്വസിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു ഇപ്പൊ ഈ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അതും വളരെ രസകരമായി കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ബക്കറ്റ് ലിസ്റ്റിൽ ഇതിൽ 2 കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് കിട്ടാത്ത, അതായത് ഒരാൾക്ക് ഇന്ത്യൻ ഫിലോസഫി പറ്റി നന്നായിട്ട് അറിയാം, അത് മോർഗൻ ഫ്രീമാൻ ആണ് ആ ക്യാരക്ടർ ആയിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ആൾ ചോദിക്കുന്നത്, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഒരു ഒച്ച എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? അവൻ നടന്നു പോകുന്ന വഴിയിൽ ആ സ്ലേവിന്റെ ഒരു വഴി ഒരു തെളിച്ചിടുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ആൻസർ, നമുക്കൊരു തവണ തോന്നുന്നു നമ്മള് അയ്യോ ശരിയാണല്ലോ, ഒച്ചിനെന്ത് കർമ്മം, ഒച്ചിന്റെ കർമ്മം അനുസരിച്ചിട്ടാണല്ലോ ഒച്ചിന് അടുത്ത ജന്മം കിട്ടുന്നത്. അപ്പൊ ഒച്ച മുന്നിലേക്ക് പോവാ പിന്നിലേക്ക് പോകാൻ നമുക്ക് സംശയം വരും, കാരണം ഒച്ചിന് അങ്ങനെയുള്ള ബ്രെയിൻ ഇല്ല. അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീപ്പർ ലെവൽ അറിയാത്തതിന്റെ പ്രശ്നമാണ്. അതായത് പല ജന്മങ്ങളും നമുക്ക് കർമ്മം ചെയ്യാനുള്ളതല്ല, പല ജന്മങ്ങളും അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ നിർഗുണ പരബ്രഹ്മമായി ജന്മം കൊള്ളുന്ന ഒരു ആത്മാവ് ആ നിരവധിയായ ജന്മങ്ങളിൽ കൂടി സകലമാന അനുഭവങ്ങളെയും സാംശീകരിച്ചുകൊണ്ട് ഒരു ലെവലിലെത്തുമ്പോൾ, ഒരു ഘട്ടത്തിലെത്തുമ്പോൾ അവർക്ക് പിന്നെ വരുന്ന ജന്മങ്ങൾ എന്ന് പറയുന്നത് കർമ്മം തിരിച്ചറിഞ്ഞ് ശരിയായ വഴിയും തെറ്റായ വഴിയും തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ ബാഗേജ് തുടങ്ങുന്നത്.
അപ്പൊ ഒരു ജന്മത്തിൽ നമ്മൾ ജന്മം എടുക്കുന്നതിന് മുമ്പ്, അതൊക്കെ ബ്രയാൻ വൈസിന്റെ പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ജന്മം എടുക്കുന്നതിന് മുമ്പ് ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി എനിക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായിരിക്കും. അതിന് പറ്റിയ മാതാപിതാക്കളെയാണ് ഞാൻ തേടുന്നത്. നമ്മൾ പറയാം, അയ്യോ എന്റെ മക്കളെ ഞാൻ കൊണ്ടുവന്നല്ല, ഈ ലോകത്ത് നിങ്ങൾ കൊണ്ടുവന്നല്ല, നിങ്ങളെ അവര് തെരഞ്ഞെടുത്താണ്. ഇന്ന മാതാപിതാക്കൾക്ക് പലരെയും വലിയ പ്രശ്നം, ഞാൻ കൊണ്ടാക്കാൻ പോകുന്ന മക്കളല്ല, നിങ്ങൾ കൊണ്ടുവന്നല്ല, നിങ്ങളിൽ ജനിക്കണം എന്ന് അവര് തീരുമാനിച്ചാണ്. കാരണം അവർക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടത് എന്താണെന്ന് അവർക്കറിയാം. അത് നിങ്ങളിൽ കൂടി സാധിക്കും എന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് അവർ നിങ്ങളിൽ ജനിക്കുന്നത്. നിങ്ങളിൽ കൂടി ആ സാഹചര്യം തെരഞ്ഞെടുത്തിട്ടാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകുന്നു, ഞങ്ങൾ ദരിദ്രരാണല്ലോ, എനിക്ക് മക്കൾക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ ആഗ്രഹിച്ച ജന്മമാണ് നിങ്ങളിൽ കൂടി ജനിക്കുന്നത്. അവനറിയാം ഇവിടെ ജനിച്ചാൽ എനിക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ദുഃഖങ്ങൾ എന്നതാണ്. അപ്പൊ ഇതിനെ നമ്മൾ സാധാരണ പറയുന്നത് പ്രാരാബ്ധ കർമ്മം എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ, മലയാള ഭാഷയിൽ എല്ലാ പ്രാരാബ്ധമല്ലേ എന്നൊക്കെ പറയും. അപ്പൊ ആൾക്കാർ തന്നെ പ്രാരാബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടപ്പാട്, നിരന്തരമായ കഷ്ടപ്പാടല്ല. പ്രാരാബ്ധം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ നമുക്ക് ഒരു സഞ്ചിത കർമ്മമുണ്ട്. ആകെ നമുക്ക് നിർഗുണ പരബ്രഹ്മം എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് മോക്ഷം എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകുന്നിടത്ത് നമുക്കൊരു സഞ്ചിത കർമ്മമുണ്ട്. ടോട്ടൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +2 വരെ പാസ്സാവുന്നതിന് നിങ്ങൾക്ക് ഒരു സിലബസ് ഉണ്ട്. 12 വർഷത്തെ സിലബസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മൊത്തമാണോ? അല്ല. നിങ്ങൾ പഠിക്കുന്ന 1ലെ സിലബസ് ആണ്. 5ാം ക്ലാസ്സിൽ വരുമ്പോൾ 5ലത്തെ സിലബസ് ആണ്. ഈ 5ലത്തെയും 1ലത്തെയും സിലബസിനെയാണ് നമ്മൾ പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രാരാബ്ധ കർമ്മം തീർത്ത് നമ്മൾ ജന്മം വെടിഞ്ഞു പോകുമ്പോൾ ചില സന്യാസിമാരൊക്കെ പ്രാരാബ്ധ കർമ്മത്തെ തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്ന് പ്രാരാബ്ധ കർമ്മം തീർത്ത് സഞ്ചിത കർമ്മത്തിൽ നിന്ന് കടം മേടിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് ആ വർക്കും കൂടി ഓവർ ടൈം ചെയ്ത് ആ വർക്കും കൂടി തീർത്ത് നേരെ മോക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അത് സന്യാസികൾക്ക് സാധിക്കാറുണ്ട്. കാരണം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ പോവാണ്. അപ്പൊ ഈ പ്രാരാബ്ധ കർമ്മം നമ്മളെ തലയിൽ വന്ന്, പ്രാരാബ്ധം എന്ന വാക്ക് നമ്മുടെ ഭാഷയിൽ വളരെ എല്ലാം കഷ്ടപ്പാടും പ്രാരാബ്ധമാണ്. അപ്പൊ ഈ പ്രാരാബ്ധം എന്ന വാക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പലർക്കും അറിയില്ല പ്രാരാബ്ധം എന്നുള്ളത്. അപ്പൊ ഇതുപോലെ നമ്മൾ നമ്മുടെ കർമ്മം മേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചില ജന്മങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കാനുള്ളൂ. മരമായി നിങ്ങൾ നിന്നു, മരത്തിന് എന്ത് കർമ്മ ചെയ്യാനുള്ളത്? മരത്തിന് ധർമ്മമുണ്ട്. മരം എന്ന് പറയുന്ന മരത്തിന് ധർമ്മമുണ്ട്. പക്ഷെ ആ ധർമ്മം അത് ചെയ്തുകൊണ്ടിരിക്കും, സ്വാഭാവികമായും ചെയ്യും. പക്ഷെ അതിനപ്പുറത്ത് കർമ്മം തെറ്റ് തിരിച്ചു വരാൻ, നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിൽ നിന്ന് വീണ്ടും നമുക്ക് ആ അനുഭവം തിരിച്ചു വരുന്നു എന്നുള്ളൊരു അവസ്ഥ മരത്തിനില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ അടുത്ത് എന്റെ തികച്ചും ഭൗതികവാദിയായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, ജോൺ മാത്യു. അദ്ദേഹം ലണ്ടനിലാണ് താമസം. അപ്പൊ അദ്ദേഹം ബാംഗ്ലൂർ വന്നപ്പോൾ ഞാൻ ഒന്ന് പോയി കണ്ടു. എനിക്ക് എന്റെ ബ്രാൻഡിങ്ങിന്റെ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ്. വളരെയധികം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സത്യം പറഞ്ഞാല് നിങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ എന്ന് പറഞ്ഞാൽ 400 മില്യൺ വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ 400 മില്യൺ വർഷം, എനിക്ക് പ്രായത്രയായിട്ടില്ല. അപ്പൊ ആള് പറഞ്ഞു, സത്യത്തിൽ നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ, മാറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ പറ്റില്ല. ശരിയാണല്ലോ. അത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റണോ, നീദർ ക്യാൻ ബി ഡിസ്ട്രോയിഡ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്കിത് മാറ്റാൻ പറ്റില്ല. 400 വർഷം മുമ്പ് പ്രപഞ്ചം രൂപീകൃതമായപ്പോ ഉണ്ടായിരുന്ന കുറെ മൂലകങ്ങളും കുറെ ആറ്റങ്ങളും, ആള് പറയുന്നത് അങ്ങനെയാണ്, കുറെ ആറ്റങ്ങളും കുറെ മൂലകങ്ങളും. ഈ ആറ്റങ്ങൾ തന്നെയാണ് തന്റെ ശരീരത്തിലുള്ളത്. പുതിയതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 400 മില്യൺ വർഷം മുമ്പ് പൊട്ടിത്തെറിച്ചപ്പോ ഉണ്ടായിരുന്ന കുറെ ആറ്റങ്ങളാണ് നിങ്ങളുടെ ശരീരത്തിലിരിക്കുന്നത്. വേറൊരു ഫോർമാറ്റിലിരിക്കുന്നു. നിങ്ങളൊരു ഭക്ഷണം കഴിക്കുമ്പോ അത് നിങ്ങളല്ല. കുറച്ചു നേരം കഴിയുമ്പോ എന്തുണ്ടായി, ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിലേക്ക് മാറി, അല്ലേ? ആ ഭക്ഷണം നിങ്ങളുടെ രൂപത്തിലേക്ക് മാറി. അപ്പൊ നിങ്ങൾ ജനിക്കുമ്പോണ്ടായിരുന്ന രൂപമല്ല ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആള് സെയിം തന്നെയാണ്. ഞാൻ നിങ്ങളെ അന്നത്തെ ഉള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ജനിക്കുമ്പോണ്ടായിരുന്ന ഒരു സെല്ല് പോലും ഇല്ല, ഉണ്ടോ? വളരെ ചെറിയൊരു കുട്ടിയായിട്ടല്ലേ ജനിച്ചത്. അന്നുണ്ടായിരുന്ന ഒരു സെല്ല് പോലും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല, ഗ്യാരണ്ടി ആയിട്ട് പറയാം. എല്ലാം റീപ്ലേസ്ഡ് ആയി കഴിഞ്ഞു. ഇത് മാത്രമല്ല, അന്നുണ്ടായിരുന്ന വലുപ്പത്തിൽ നിന്ന് ഈ വലുപ്പത്തിലേക്ക് നിങ്ങൾ ഗെയിൻ ചെയ്ത് മുഴുവൻ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഈ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾ മനുഷ്യമാംസം കൊട്ടിച്ച് പിടിച്ചതല്ലോ, ആഹരിച്ചതാണ് പറയുന്നത്. ഈ ആഹരിക്കുന്ന സാധനങ്ങൾ എന്തായിരുന്നു? ഒരു കാലത്ത് മറ്റെന്തോ ആയിരുന്നു, അല്ലെ? ഇപ്പൊ നമ്മളൊരു മരത്തിന്റെ അടിയിൽ വളം ഇട്ട് കൊടുക്കുന്നു. ആ വളം ഇട്ട് കൊടുക്കുന്നത് ചിലപ്പോ നമ്മള് പൈനാപ്പിളിന്റെ അടിയിൽ ചത്ത പട്ടീനെയാണ് കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കുക എന്ന് പറയാറുണ്ട്. ഏറ്റവും നല്ല വളമാണെന്ന് പറഞ്ഞത്. എനിക്കറിയില്ല, ഞാനൊരു കർഷകനല്ല, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചത്ത പട്ടി എന്ന് പറയുന്നത് അത് നശിച്ച് അതിന്റെ വിഘടിച്ച് അതിൽ നിന്നുള്ള വളമായി മാറി അതിലെ ആറ്റങ്ങൾ തന്നെയാണ് ഈ മരത്തിന്റെ ഉള്ളിലേക്ക് കയറി അത് വന്ന് പൈനാപ്പിളായി മാറുമ്പോൾ ആറ്റത്തിന്റെ രൂപഘടന മാറി. ഈ പൈനാപ്പിൾ നിങ്ങൾ കഴിക്കുമ്പോൾ, അപ്പൊ ആദ്യം പൈനാപ്പിൾ ആണ്, അത് കഴിഞ്ഞാൽ അത് നിങ്ങൾ ദഹിച്ച് അതിൽ നിന്നുള്ള അംശം എടുക്കുമ്പോൾ ഒരു ചെറിയ പോർഷൻ നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി മാറി. അപ്പൊ നമ്മൾ പട്ടിയായും ജനിച്ചു, അപ്പൊ ആ പട്ടിയായിരുന്നു നിങ്ങൾ എന്ന് പറയാൻ പറ്റുന്നു, ആ പൈനാപ്പിൾ ആയിരുന്നു നിങ്ങൾ എന്ന് പറയേണ്ടി വരും. അപ്പൊ സൂക്ഷ്മാംശത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 400 മില്യൺ വർഷം മുമ്പ്, ജോൺ പറഞ്ഞ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. കാരണം വേദാന്തത്തെ ഒരു ഏത്തിസ്റ്റ് വ്യൂ കൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. 400 മില്യൺ വർഷം മുമ്പ് കൂടി ഉണ്ടായിരുന്ന എല്ലാ എന്താ പറയാ ആറ്റങ്ങളും ആണ് നിങ്ങൾ.
ഞാനും നിങ്ങളും 400 വർഷം പഴക്കമുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നമ്മൾ ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഒരുമിച്ച് നിന്നിരുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ വന്നിട്ടാണ് കൂട്ടിമുട്ടുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പല ജന്മങ്ങളും നമ്മളിലേക്ക് വരുന്നു. ഒരു വ്യക്തിയല്ല ഈ കോടിക്കണക്കിന് ജന്മങ്ങൾ എടുക്കുന്നത്. ഒരു കോടിക്കണക്കിന് ജന്മത്തിൽ ഒരു ആറ്റത്തിന് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസ്, ആ ആറ്റവും മറ്റൊരു ആറ്റവും നിങ്ങളുടെ ശരീരത്തിൽ വരുമ്പോൾ ആ രണ്ട് എക്സ്പീരിയൻസ് അവിടെ കൂടി ചേർന്നു. ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ലൈബ്രറി നമുക്ക് ആക്സസിബിൾ ആവണം. അപ്പൊ ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഫുൾ ആവുമ്പോഴാണ്. അത് ലൂസിയിൽ കാണിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും. നമ്മൾ പറയുമ്പോൾ ആയി തള്ളാന്ന് പറയും. അപ്പൊ ഇത് അതങ്ങനെയാണല്ലോ, വിഷ്വലൈസേഷൻ ആണ്. ഇപ്പൊ പല കാര്യങ്ങളും ഇപ്പൊ ഈ അടുത്ത ദുരന്തര സിനിമയായിട്ട് വന്നപ്പോ പല കാര്യങ്ങളും ആൾക്കാർ വിശ്വസിച്ചു. ഇത് മുമ്പ് നമ്മൾ രാഷ്ട്രീയ പോസ്റ്റുകൾ വരുമ്പോൾ ഇതൊക്കെ വെറും തള്ളാന്ന്. അപ്പൊ അതാ ഒരു പ്രസന്റേഷന്റെ രീതിയാണ്. ആ പ്രസന്റേഷൻ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും യഥാർത്ഥമായ മിഥ്യ എന്നാണ് സിനിമേനെ പറയുന്നത്. മോസ്റ്റ് റിയൽ ഇല്യൂഷൻ എന്നാണ് സിനിമേനെ പറയുന്നത്. അപ്പൊ ആ ഇല്യൂഷൻ വരുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം. നമ്മൾ ദൃശ്യമാധ്യമങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈവൻ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ മാറുന്നത് തന്നെ ദൃശ്യമാധ്യമങ്ങളുടെ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ടാണ്. കാരണം പുസ്തകത്ത് വായിക്കാൻ മടിയുള്ള ഒരാൾ ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് കണ്ടിരിക്കും. ചാരി എന്നിട്ട് കേട്ടാൽ മതിയല്ലോ. പകുതി കയ്യിൽ തരത്തിൽ ഉള്ളിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ബോധമണ്ഡലം വികസിക്കുന്ന സമയത്ത് നമുക്ക് യൂണിവേഴ്സൽ ബ്രെയിനിൽ കൂടി ഇത്തരം വിവരങ്ങൾ വരും എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഉപനിഷത്തുകളും വേദാന്തങ്ങളും മറ്റു പുരാണങ്ങളിൽ പരാമർശിക്കുന്ന സംഭവങ്ങളും. അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മുടെ ഋഷിമുനിമാര് അവർ സയന്റിസ്റ്റുകളാണ്. അവർ വ്യാഖ്യാനിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ്. അഹങ്കാരമില്ലാത്ത സയന്റിസ്റ്റുകൾ. ഓഫ് കോഴ്സ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരം ഇല്ലല്ലോ. ഞാൻ ഇപ്പൊ നമ്മൾ 400 വർഷം മുമ്പ് നമ്മൾ ഒരുമിച്ച് പുറപ്പെട്ട മൂലങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടോ? പിന്നെന്താ അതിനപ്പുറത്ത് എന്താ ചിന്തിക്കുന്നത്? 400 വർഷം മുമ്പ് ആ പൊട്ടിത്തെറിയിൽ 4 പീസ് ധരിച്ചു. ഇപ്പൊ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന 10 പേരിൽ ഓരോരോ പീസിൽ നിന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ്, നിങ്ങൾ എന്താണ്? പിന്നെ അഹങ്കാരത്തിന് സ്കോപ്പില്ല. അഹങ്കാരത്തിന് സ്കോപ്പില്ല. നമ്മൾ ശ്രമിച്ചാൽ പോലും അഹങ്കാരം വരില്ല. അപ്പൊ ഇത് നമ്മുടെ അനുഭവങ്ങളിൽ കടന്നു പോകുന്നു. ഞാൻ കിടക്കുന്ന അനുഭവം ആയിരിക്കില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ചില ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ, നമ്മൾ പിടിവാശിക്കാര് എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വളരെ താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഈ ഇവല്യൂഷൻ പീരീഡിൽ വളരെ താഴ്ന്ന ലെവലിൽ ചെയിനിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരുടെ ബോധമണ്ഡലം വികസിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ അവർ തല്ലിൽ കയറില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു വികസനം കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി പഴക്കമുള്ള സോളായിരിക്കും, ഇവോൾവ്ഡ് സോൾ എന്നാണ് പറയാം. കുറെ ജന്മം ജീവിച്ച ആൾക്ക് കുറെ കൂടി വിവരം ഉണ്ടായിരിക്കും. തുടങ്ങുന്ന ആൾക്കാർക്ക് ആ ലെവലിലുള്ള വിവരം ഉണ്ടാവില്ല. ബേസിക് ആയിട്ടുള്ള ചോദനകൾ ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഒരു മോശപ്പെട്ട സാധനമായിട്ട് നമുക്ക് പിന്നീട് എടുക്കാൻ പറ്റില്ല. അവര് ബോധം, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. നിങ്ങളുടെ കൂടെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിച്ച എല്ലാവർക്കും ഒരേ നിലവാരത്തിലുള്ള അറിവുണ്ട്. ഒരേ സയന്റിഫിക് വിഷയം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അവരായിട്ട്? ഇല്ല. അപ്പൊ ഇതെന്താ വെച്ചാൽ ചില ബോധം. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ ആണ് നിങ്ങളുടെ അഹങ്കാരം എന്നുണ്ടെങ്കിൽ, അതാണല്ലോ നിങ്ങൾ പറയാം എനിക്ക് നല്ല അറിവുണ്ടെന്ന് പറയില്ല. ഈ ബ്രെയിൻ ആര് തന്നാ നിങ്ങൾ ഉണ്ടാക്കിയതാണ്? ജനറ്റിക്കലി വന്നിട്ടുള്ളതല്ലേ ആ ബ്രെയിൻ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിനോട് നിങ്ങൾ അത് ജനറ്റിക്കലി വന്നിട്ടുള്ളതാണെങ്കിൽ അതിൽ ഒരുപാട് ഇതുവരെയുള്ള എല്ലാ ആൻസസ്റ്റേഴ്സിനോടും നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അപ്പൊ കൈലാസിൽ പോകുമ്പോൾ നമ്മൾ സമസ്ത പിതൃക്കൾക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും അവർക്ക് മോക്ഷം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ശ്രാദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെല്ലായിട്ട് ജീവൻ തുടിച്ചു തുടങ്ങിയവിടത്തും തുടങ്ങി ഇവിടെ വരെത്തുന്ന യാത്രയിൽ വന്ന എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ ബ്രെയിൻ ആവട്ടെ, നിങ്ങളുടെ രൂപമാവട്ടെ, നിങ്ങളുടെ ശരീരത്തിലെ പല അവയവങ്ങളും നിങ്ങളുടെ 10 തലമുറ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരെയാണ്. അല്ലെ? അത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളൂ. അത് വേറൊരു തിയറിയാണ്. അതിൽ പക്ഷെ അതുപോലെ പലരിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള സാധനങ്ങൾ, പലരും കൂട്ടിവെച്ച സാധനങ്ങളിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ എന്താ നിങ്ങൾക്ക് അഹങ്കരിക്കുന്നത്? ഞാൻ അവർ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മലയാളം ഭാഷ, എനിക്ക് അതിന്റെ വ്യാകരണം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഒരു ചിത്രകാരന് എനിക്ക് നിറങ്ങൾ എടുത്ത് കൂട്ടുന്ന വിദ്യ, അല്ലെങ്കിൽ ഇതാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ചിത്രരചന ശൈലി എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഞാൻ എഴുതുന്നത്, എങ്ങനെയാണ് ഒരു ചിത്രം എന്നിൽ നിന്ന് രൂപപ്പെടുന്നത്, ഇതെനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊക്കെ നമ്മളിൽ കൂടി സംഭവിക്കുന്നതാണ്. അതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കണ്ട. നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതിനും പറ്റി ഒഴിക്കാം. അപ്പൊ ഈ ഇൻഡ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിൽ വന്ന് ഞാൻ ക്യുക്കായിട്ട് നിർത്താം. നമ്മുടെ ആൻസർ വളരെ ലെങ്തി ആയി. ഒരു ബ്രേക്ക് ഒക്കെ വേണ്ടി വരുമല്ലോ പോഡ്കാസ്റ്റിംഗ് ആകുമ്പോൾ. അപ്പൊ ഇതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തില് ബ്രെയിനിൽ നിന്ന് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, ഇത്തരത്തിൽ പ്രപഞ്ച ശക്തികളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാൻ പറ്റുന്നത് വളരെ റിയൽ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. എന്റെ അനുഭവങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ വലിയ മാത്രമായ കാര്യങ്ങളൊന്നും അവർ എന്നെ തെരഞ്ഞെടുത്തില്ല. ആ തെരഞ്ഞെടുത്തില്ല രജിത് പോലുള്ള ആൾക്കാരാണ്. രജിത് ജി പോലുള്ളവർക്ക് കൊടുക്കുന്നത് വലിയ വലിയ ടാസ്ക്കാണ്. നമ്മളൊക്കെ ചെറുകിട പിള്ളേരായതുകൊണ്ട് നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ 2 ആഴ്ച 3 ആഴ്ച അപ്പുറം നടക്കാൻ പോകുന്ന ചെറിയ സർക്കിളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. പക്ഷെ ആ അനുഭവം റിയലാണ്. അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ ആയിട്ടുള്ള കണക്ഷൻ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാവുന്ന രീതിയിൽ അദ്ദേഹം അനുഗ്രഹീതനാണ്. അതുകൊണ്ട് ഇൻഡ്യൂഷൻ മുഖാന്തരം ഈ വരുന്ന കാര്യങ്ങൾ
100% ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഇന്നത്തെ സയൻസിന് മനസ്സിലാവാത്തൊരു കാര്യമാണത്. നാളെ ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം. ചേട്ടാ, നമുക്ക് തിരിച്ച് കൈലാസത്തിലേക്ക് തന്നെ വരാം. ചേട്ടൻ കുറേ യാത്രകൾ കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ട്, തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് തന്നെ ചേട്ടൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും പലതരത്തിലുള്ള ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, മുൻപുണ്ടായിരുന്ന ആ ഒരു മാറ്റവും ഇപ്പം ഉണ്ടായിരുന്ന ഒരു മാറ്റവും എങ്ങനെ നമുക്കതിനെ ഇതിലൂടെ നോക്കി കാണാം എന്നുള്ളതൊന്ന് പറയാമോ? ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ എക്കണോമി എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രം പ്രസിദ്ധമാണെങ്കിൽ ആ ക്ഷേത്രത്തിലേക്കുള്ള യാത്രകൾ കൊണ്ട് തന്നെ ആ പ്രദേശത്തിൻ്റെ എക്കണോമി മെച്ചപ്പെടും എന്ന് തിരിച്ചറിയുന്ന, ആന്തരികമായ യാത്ര GDP വർദ്ധിപ്പിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു സർക്കാരാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഭാഗം അവർ തീർത്ഥാടനത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ആ പ്രദേശത്തേക്കുള്ള വഴികൾ നന്നാക്കുന്നു, ആ പ്രദേശത്ത് പഴയ അന്യാധീനപ്പെട്ട് പോയ പ്രദേശങ്ങൾ വീണ്ടെടുത്ത് അവിടെ വിശാലമായ ടെമ്പിൾ കോംപ്ലക്സുകൾ പണിയുന്നു, അവിടെ യാത്രക്കാർക്ക് വന്നാൽ താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ പണിയുന്നു. ഈ രീതിയിൽ അതിനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ കേരളത്തിൻ്റെ അവസ്ഥയിൽ അങ്ങനെ ഞാൻ പറയും തോന്നുന്നില്ല. കാരണം കേരളത്തിലിപ്പോൾ നമ്മൾ ശരിക്കും എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് തീർത്ഥാടനം നടക്കുന്നതാണ് ശബരിമല. അപ്പോൾ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോകത്ത് 2-3 മതങ്ങളുടെ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് നടത്തുന്ന തീർത്ഥയാത്ര എന്ന് പറയുന്നത് വേറൊരു യുണീക്ക് എക്സാമ്പിൾ വേറെ ഒന്നും നമുക്ക് വെക്കാനുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നിരുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായിട്ട് പോലും, മാത്രമല്ല അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും മോശപ്പെട്ട ആക്ടിവിറ്റി ഉണ്ടായി എന്നുള്ളൊരു വാർത്ത എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ 41 ദിവസം തീർത്ഥയാത്ര ചെയ്ത് അല്ലെങ്കിൽ വ്രതമെടുത്ത് പോകുന്ന ആൾക്കാർ വളരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങൾ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെയധികം റവന്യൂ നമ്മുടെ സംസ്ഥാനത്ത് ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാലോ അത് വളരെ കുറവാണ് ഇവിടെ കേരളത്തിൽ. അത് മാത്രമല്ല അവരുടെ ആ ഒരു വിശ്വാസത്തെ തകർക്കാൻ വരുന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഭക്തർ വരുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ എടുക്കുക, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ആൾക്കാർക്ക് വരുമാനമുണ്ട്, ഹോട്ടലുകൾ നടത്തുന്നവർക്കുണ്ട്, റെസ്റ്റോറൻറ്റ്സ് നടത്തുന്നവർക്കുണ്ട്, വഴിയരികിൽ സാധനങ്ങൾ വിൽക്കുന്നവർക്കുണ്ട്, ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ചിലവാകുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ കേരളത്തിലേക്ക് ഒരുപാട് പൈസ പുറമേ നിന്ന് വരുന്നുണ്ട്. ദേവസ്വം ബോർഡിലേക്ക് വരുന്ന വരുമാനം വേറെയാണ്. അതായത് ദേവസ്വം ബോർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വഴിപാടുകളുടെ രൂപത്തിൽ വരുന്നത്. അപ്പൊ ഇത്രയും ഉണ്ടായിട്ടും ഇവിടെ തീർത്ഥാടനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, KSRTCയുടെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ കൈലാസ യാത്ര, ഈ ശബരിമല യാത്ര സമയമാണ്. അത് സാധാരണയിൽ കൂടുതൽ 3 ഇരട്ടി പൈസ ചാർജ് ചെയ്തുകൊണ്ടാണ് ശബരിമലയിലുള്ള സർവീസ്, ശബരിമലയിൽ മുതൽ പമ്പ വരെയുള്ള സർവീസ് നടക്കുന്നത്. അത് അതേസമയം തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ചില അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന് പറയുക, പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു, ഞാൻ മതവിഭാഗം ഏതാണെന്ന് പറയില്ല, ഒരു മതവിഭാഗത്തിന്റെ ഒരു നിഷ്ഠയായിട്ടുള്ള ഒരു തീർത്ഥാടനം, ആ തീർത്ഥാടനത്തെ പറ്റി പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അത് സ്വന്തം പൈസ കൊണ്ട് ചെയ്യണമെന്നാണ്. ആ സ്വന്തം പൈസ കൊണ്ട് മാത്രമേ അത് ചെയ്യാവും പാടുള്ളൂ എന്നുള്ള നിയമം ഇരിക്കുക തന്നെ അതിലേക്ക് സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ അവിശ്വാസികളുടെ എല്ലാവരുടെയും പൈസയാണ്. ആ സർക്കാരിന്റെ പൈസ കൊടുത്തുകൊണ്ട് സൗജന്യമായ രീതിയിൽ അത് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി സബ്സിഡി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു വിശ്വാസ സ്ഥലം നമ്മുടെ രാജ്യത്തിന് പുറത്താണെങ്കിൽ അത് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വിശ്വാസമാണ് സനാതന ധർമ്മം. അപ്പൊ ഇതിന് പുറമേ ഉള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. മറ്റു പലർക്കും പുറമേ ഉള്ള സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് പുറമേലേക്ക് പോകുന്ന തീർത്ഥാടനത്തിന് സബ്സിഡി കൊടുക്കണം എന്നുള്ള ഒരു റൂൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ സബ്സിഡി കൊടുക്കുന്നത് സത്യത്തിൽ ആ വിശ്വാസത്തിന്റെ, ആ തീർത്ഥയാത്ര ചെയ്യുന്നവർക്ക് അനുശ്വാസിക്കപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ഏറ്റവും എതിരായിട്ടുള്ള ഒരു കാര്യമാണ് സബ്സിഡി കൈപ്പറ്റുക എന്നുള്ളത്. പക്ഷെ അതുപോലും അവരെ ചിന്തിക്കാൻ വിടാതെ അവർക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. വോട്ട് പൊളിറ്റിക്സ് ആണ് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നത്. ആ സബ്സിഡി കൊടുത്തുകൊണ്ട് നിലനിർത്തുന്ന സാധനങ്ങൾക്ക് ഇന്ന് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങനെ അന്യന്റെ പൈസ മേടിച്ച് പോവുകയാണെങ്കിൽ അതിന് ഫലമില്ല എന്നുള്ള തീർത്ഥയാത്രയാണ് പലപ്പോഴും ആ വിശ്വാസത്തിൽ എതിരെ നിൽക്കുന്ന ആൾക്കാർ കൂടി കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുമ്പോൾ വരുന്നത്. എന്നാൽ കൈലാസ യാത്രയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കിയിട്ട് വിട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളും അവരുടെ യുക്തി അനുസരിച്ചിട്ടാണ് കൈലാസ യാത്ര പോകുന്നവർക്ക് സബ്സിഡി കൊടുക്കുന്നത്. അതും പ്രൈവറ്റ് മേഖലയിൽ പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ 2-3 ലക്ഷത്തിനടുത്ത് ചെലവ് വരുന്ന ഒരു യാത്രയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ എന്തെങ്കിലും ഒരു സബ്സിഡി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ട്, ഇപ്പൊ ചൈന ഓരോ വർഷവും അതിന്റെ ഫീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് ഇന്ന് ലഭ്യമായ അറിവനുസരിച്ചിട്ട് $1,750 നമ്മൾ അടയ്ക്കേണ്ടി വരും ചൈനയിലേക്ക് മാത്രമുള്ള ഫീസായിട്ട്.
അതൊരു റവന്യൂ ആണത്. അവരുടെ മേജർ റവന്യൂ ആണ്. അവരൊരു തീർത്ഥയാത്ര എന്നുള്ള രീതിയിലല്ല, ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് അവിടെ റൺ ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ സാധനത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സംസാരിച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്ത് ഇനിയും പറയേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൽ നിന്നുള്ള കൈലാസ് ടൂർ ഓപ്പറേറ്റേഴ്സ്, ഈ 3 രാജ്യങ്ങളിലെ കൺസോർഷ്യാണ് ഈ യാത്രകൾ നടത്തുക. അവര് ഓർഗനൈസ്ഡ് ആണ്. അവരൊരു 46ഓളം വരുന്ന ട്രാവൽ ഏജൻസികൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു യൂണിയനാണ്. ആ ഒരു കൺസോർഷ്യമാണ് ചൈനയായിട്ട് ഡിബേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഐക്യം ഇവിടെ ഇല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ പൈസ കൂട്ടി വരുമ്പോൾ യാത്രക്കാർ പോകുന്നത് മുഴുവൻ ഇന്ത്യയിൽ നിന്നാണ്. യാത്രക്കാരെ വിളിച്ചു കൂടുന്ന ഇന്ത്യൻ ട്രാവൽ ഏജൻസ് ആണ്. എല്ലാ ബുദ്ധിമുട്ടും സഹിച്ച് നേപ്പാൾ വരെ കൊണ്ടെത്തിക്കേണ്ടത് നമ്മളാണ്. എന്തെങ്കിലും വിസയുടെ ഡിലേ വന്നാൽ അത് നമ്മുടെ തലയിലാണ്, പെർമിറ്റിന്റെ ഡിലേ വന്നാൽ നമ്മുടെ തലയിലാണ്, ഫ്ലൈറ്റ് ചാർജസ് കൂടിയാൽ നമ്മുടെ തലയിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്കൊരു കൺസോർഷ്യം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനോട് നെഗോസിയേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മേജർ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇന്ത്യയിലെ മേജർ പ്ലേയേഴ്സ് ആയിട്ടുള്ള എല്ലാ സംഘടനകളായിട്ടും ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ട് അത് 1200 പേരെ കൊണ്ടുപോകുന്നവര്, 600 പേരെ കൊണ്ടുപോകുന്നവര്, അങ്ങനെയുള്ള മേജർ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ തീർത്ഥയാത്ര കൊണ്ടുപോകുന്ന ഒരു വർഷം മാക്സിമം 300 പേരെയാണ്. അത് സൗത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരായിരിക്കാം, പക്ഷെ മേജർ പ്ലേയേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ 4-1 കൊണ്ടുപോകുന്നുള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇനി അത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമുക്ക് സർക്കാരിന്റെ സൈഡിൽ നിന്ന് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഹജ്ജ് ഇത് സബ്സിഡി കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന തീർത്ഥാടനങ്ങൾ സബ്സിഡി കൊടുക്കുന്ന പോലെ അതേ റൂള് വെച്ചിട്ട് കൈലാസത്തിലേക്ക് പോകുന്നതിന് സബ്സിഡി കിട്ടാൻ സാധ്യതയുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ കൈലാസത്തിൽ പോകുന്ന യാത്രയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദാനധർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ കൈലാസത്തിലേക്ക് സ്വന്തം പൈസ കൊണ്ട് പോകണം എന്നുള്ളൊരു ബാധ്യത അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് സബ്സിഡി കിട്ടാവുന്ന ഒരു യാത്രയാണത്. ഇപ്പൊ ഹജ്ജ് സബ്സിഡി നിർത്തലാക്കിയിട്ടുണ്ട്. കാരണം അത് മതപരമായിട്ട് അതിന് എതിരായിരുന്നു എന്നുള്ള ബോധ്യത്തിൽ അത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പൊ സൗകര്യങ്ങൾ കൂട്ടി കൊടുക്കുന്നു. അപ്പൊ അതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ട് കൈലാസ യാത്രയ്ക്ക് ഒരു സബ്സിഡിയോ സംവിധാനങ്ങളോ ഇവിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന പലരും 3 ലക്ഷം എടുക്കാൻ സാധിക്കാത്ത ഒരാൾ, 2 ആൾ പോകണമെന്നുണ്ടെങ്കിൽ 6 ലക്ഷം രൂപയാണ്. അപ്പൊ അത് സാധിക്കാത്ത ആൾക്കാരായ യാത്ര ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഇടപെടേണ്ടതുണ്ട്, അവിടെ വരേണ്ടതുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം പല ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നിടത്ത് നമുക്ക് സൗകര്യങ്ങൾ കൂടുന്നുണ്ട്, സംവിധാനങ്ങൾ വരുന്നുണ്ട്. പല സ്റ്റേറ്റുകളും, എനിക്കറിയാം 15-20 വർഷം മുമ്പ് തന്നെ പല സ്റ്റേറ്റുകളും ഇത്തരത്തിലുള്ള സബ്സിഡി കൈലാസ യാത്രയ്ക്ക് കൊടുക്കാറുണ്ട്. അന്ന് ഗവൺമെന്റ് യാത്രകൾക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഗുജറാത്തൊക്കെ 80,000 1 ലക്ഷം രൂപയൊക്കെ രാജസ്ഥാൻ കൊടുക്കാറുണ്ട്. ദില്ലി സർക്കാർ അവിടെ വരുന്ന എല്ലാ യാത്രക്കാർക്കും സബ്സിഡി കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ആ കാലഘട്ടത്തിൽ ചെറിയ തലത്തില് ഇതിനോട് താല്പര്യമുള്ള സർക്കാരുകൾ വരുന്ന കാലത്ത് നടക്കും, അല്ലാത്ത കാലത്ത് നടക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷനുകൾ കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പോകുന്നത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളതാണ്. അപ്പൊ അവിടെ ഞങ്ങൾ സർക്കാരിന് ഇതിന് വേണ്ട അപ്ലിക്കേഷൻസ് കൊടുത്തു. അതിപ്പോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ ഇത്തരത്തിലൊരു മൂവ്മെന്റും ഇല്ല. മാത്രമല്ല കൈലാസ യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ജോലിക്കാരായിട്ടുള്ള ആൾക്കാർ അവർക്ക് കിട്ടുന്ന സംവിധാനം ഉപയോഗിച്ച് പോകുന്നതിന് പോലും ചിലപ്പോ പെർമിഷൻ കിട്ടാറില്ല എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ ആ ഒരു വിമുഖത, ഈ പറയുന്ന സനാതന ധർമ്മത്തിനോടും അതിന്റെ തീർത്ഥാടനങ്ങളോടുള്ള വിമുഖത നമ്മുടെ സംസ്ഥാനത്ത് വളരെ കൂടുതലാണ്. അപ്പൊ ഈ പിന്നെ കേന്ദ്ര തലത്തിൽ നമുക്ക് ഇനിയിപ്പോ ഈ സബ്സിഡിക്ക് ഒരു ഏകീകൃത രൂപം വരികയാണെങ്കിൽ അത് ഒരുപാട് പേരെ യാത്രയ്ക്ക് അവിടെ എത്തിക്കാൻ സഹായിക്കും.